പ്രൈസ് ദ ലോർഡ്. എബ്രായ ഭാഷയിൽ ഇയ്യോബ് എന്ന പദത്തിന് പീഡിപ്പിക്കപ്പെട്ടവൻ എന്നർത്ഥമുണ്ട്. അറബി ഭാഷയിൽ തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക എന്നൊക്കെ അർത്ഥമുള്ള ഒരു മൂലപദത്തിൽ നിന്നുണ്ടായ പദമാണെന്ന് കരുതപ്പെടുന്നു. ഇയ്യോബിന്റെ മാതാപിതാക്കൾ മുതലായ കാര്യങ്ങളെപ്പറ്റി യാതൊരു വിവരവും വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇക്കാരണത്താൽ ഇയ്യോബിന്റെ ഗ്രന്ഥം ഭാവനാ സമ്പന്നമായ ഒരു കഥാപാത്രമാണെന്ന് വാദിക്കുന്നവരും ഇല്ലാതില്ല. ഏശാവിന്റെ സന്താന പരമ്പരകളായ ഏദോമിനെ ഭരിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിൽ യോബാബു എന്നൊരുവനെ പറ്റി ഉൽപ്പത്തി 36:33 പറയുന്നുണ്ട്. ഇയ്യോബും യോബാബും ഒരാളാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന അതികഠിനമായ പീഡനമാണ് ഈ ഗ്രന്ഥത്തിലെ വിഷയം. ദൈവഭക്തനും നീതിമാനുമായ ഒരുവൻ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിൽ പറയും പ്രകാരമുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? നിർദോഷിയായ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ലോകാരംഭം മുതൽ മനുഷ്യന് ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന്റെ ഒരു അപഗ്രഥനമാണ് ഈ ഗ്രന്ഥം. ദൈവത്തിന്റെ സർവാധിപത്യം സമ്മതിച്ചു കൊടുക്കുന്നതോടുകൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഇയ്യോബ് 1:1 പറയുന്ന ഊസ് ദേശം എവിടെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കയില്ല. ഈ സ്ഥലം ഏദോം നാടിന്റെ അതിരിങ്കലായിരിക്കണം എന്നാണ് ആധുനിക ചിന്ത. മറ്റു ചില പാരമ്പര്യങ്ങൾ പ്രകാരം ഈ സ്ഥലം ബാഷാൻ പ്രദേശത്താണ്. ഇയ്യോബ് 1:3 സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ യോർദാൻ നദിക്ക് കിഴക്കുള്ള സ്ഥലമായിരുന്നു എന്ന് കരുതാവുന്നതാണ്. യോർദാന് കിഴക്കുള്ള സ്ഥലങ്ങളെ പുരാതന കാലങ്ങളിൽ കിഴക്കേ ദേശമെന്ന് വിളിച്ചിരുന്നു. ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവൻ വലിയ ധനികനുമായിരുന്നു. ആദിമകാലത്ത് മനുഷ്യന്റെ സമ്പത്ത് കണക്കാക്കിയിരുന്നത് പണമായിട്ടായിരുന്നില്ല. ഇയ്യോബിന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തുണ്ടായിരുന്നു. അതുപോലെ പുത്രസമ്പത്തും ദൈവം നൽകിയിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും ഉൾപ്പെടെ 10 മക്കൾ ഉണ്ടായിരുന്നു. മക്കൾ തമ്മിൽ സ്നേഹം പുലർത്തിയിരുന്നു. ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ പുത്രന്മാരുടെ വീട്ടിൽ കൂടി സമ്മേളിക്കുകയും ആ സമയം സഹോദരിമാരെ മൂവരെയും കൂടെ ക്ഷണിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ച് കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ കുടുംബമായി ദൈവത്തെ ഭയപ്പെടുകയും ഭക്തിയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്തു വന്നു. ഇയ്യോബ് 1:1 1:8 ദൈവം ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറയുമ്പോൾ അവന്റെ 4 വിശിഷ്ട ലക്ഷണങ്ങൾ എടുത്ത് പ്രശംസിച്ചിരിക്കുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് പറയുന്നു. ഇത്രമാത്രം സൽസ്വഭാവിയായ ഒരുവനെ ദൈവം അനുഗ്രഹിച്ചതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. ഒരു ദിവസം സാത്താൻ ദൈവസന്നിധിയിൽ കടന്നു ചെന്നു. ഇയ്യോബിനെ പറ്റി എന്തു പറയുന്നു എന്ന് സാത്താനോട് ദൈവം ചോദിച്ചു. അപ്പോൾ ഇയ്യോബിനെ ആരും തൊടാതെ വണ്ണം ദൈവം അവന് ചുറ്റും വേലികെട്ടി സൂക്ഷിച്ചിരിക്കുന്നതിനാലാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നതെന്നും ആ വേലി ഒന്ന് മാറ്റിയാൽ അവൻ ദൈവത്തെ ത്യജിച്ച് പറയുന്നു എന്നും സാത്താൻ പറഞ്ഞു. ഇയ്യോബിന്റെ ജീവനൊഴിച്ച് ബാക്കി എല്ലാം സാത്താന്റെ കൈവശം കൊടുത്തു. സാത്താൻ തന്റെ പരീക്ഷണം ആരംഭിച്ചു. മൂത്ത പുത്രന്റെ വീട്ടിൽ മറ്റു മക്കളും പുത്രിമാരും ഒരുമിച്ച് കൂടി സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷെബായാർ എന്ന കൊള്ളസംഘം വന്ന് കാളകളെയും പെൺകഴുതകളെയും പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്ന വാർത്ത ഒരുവൻ വന്നറിയിച്ചു. ഷെബായാർ ദക്ഷിണ അറേബ്യയിൽ താമസിച്ചിരുന്ന ഷേമി വർഗക്കാരായിരുന്നു. ഈ വിവരം ഇയ്യോബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്ന് ആകാശത്ത് നിന്ന് ഇടിമിന്നലുണ്ടായി ആടുകളും വേലക്കാരും മുഴുവൻ നശിച്ചുപോയി എന്ന വിവരം അറിയിച്ചു. ഇയ്യോബിനോട് ഈ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ദാസൻ വന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ മുഴുവനും പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്ന വാർത്തയും ഇയ്യോബിനെ അറിയിച്ചു. ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ദൂതൻ ഓടി വന്ന് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു വാർത്ത അറിയിച്ചു.
തൻ്റെ മക്കൾ 10 പേരും മൂത്ത പുത്രന്റെ വീട്ടിൽ സന്തോഷമായി സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ചുഴലിക്കൊടുങ്കാറ്റ് മരുഭൂമിയിൽ നിന്ന് അടിച്ച് വീട് തകർന്ന് മക്കൾ എല്ലാവരും മരിച്ചുപോയി എന്ന വിവരവും അറിയിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ഈ ആപത്തുകൾ സംഭവിച്ചപ്പോൾ ഇയ്യോബ് ദൈവത്തെ ദുഷിച്ചു പറയും എന്നായിരുന്നു സാത്താന്റെ ചിന്ത. എന്നാൽ ഇയ്യോബ് അതിദുഃഖിതനായി വസ്ത്രം കീറി തലമുടി ചിരച്ച് ദൈവ മുൻപിൽ ചെന്ന് ദൈവത്തെ നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതല്ലാതെ പാപം ചെയ്തില്ല. ശരീരം മുഴുവനും പഴുത്ത് വ്രണമുണ്ടായി. കഠിനമായ ചൊറിച്ചിലുള്ള വ്യാധി ഇയ്യോബിനെ വല്ലാതെ വേദനിപ്പിച്ചു. ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാതെ ഒരു ഓട്ടക്കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ശരീരത്തിന്റെ വേദനയും ഹൃദയവേദനയും ഒരുപോലെ ഇയ്യോബിനെ അലട്ടി. എന്നിട്ടും അവൻ ദൈവത്തെ ദുഷിച്ചില്ല. ഈ കഷ്ടതയുടെ നടുവിൽ സ്വന്തം ഭാര്യ ആശ്വസിപ്പിക്കുന്നതിന് പകരം ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ലോകത്തിലെ നമ്മുടെ സ്നേഹിതരും ബന്ധുക്കളും സ്വന്തക്കാരും നമ്മെ കൈവിടുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവിടെ ദൈവത്തെ മുറുകെ പിടിക്കണമെന്ന പാഠമാണ് ഇയ്യോബ് നൽകുന്നത്. തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുകയോ വെറുക്കുകയോ ചെയ്യാതെ ഒരു ഗുണദോഷം മാത്രമാണ് ഇയ്യോബ് നൽകുന്നത്. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞ് അവളുടെ ഭോഷത്വം അവളെ ഓർപ്പിച്ചു. പിന്നീട് ഒരിക്കലും ആ സ്ത്രീയെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇയ്യോബിന്റെ സങ്കടകരമായ അവസ്ഥയിൽ അവനെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനുമായി 4 സ്നേഹിതന്മാർ വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ, ഏലീഹു എന്നിവർ ആയിരുന്നു. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ എല്ലാവരും ഇയ്യോബിനേക്കാൾ പ്രായം കുറഞ്ഞവരായിരുന്നു. 4-മനായ എലീഹു എല്ലാവരിലും പ്രായം കുറഞ്ഞവനായിരുന്നു. ഇയ്യോബിന്റെ സഹതാപപൂർണമായ ദുഃഖാവസ്ഥയിൽ സ്നേഹിതന്മാർ തമ്മിൽ കണ്ടു പറഞ്ഞാണ് ഇയ്യോബിന്റെ അടുത്ത് വരുന്നത്. ഇയ്യോബിന്റെ അവസ്ഥ കണ്ട് സ്നേഹിതന്മാർ വസ്ത്രം കീറി തലയിൽ മണ്ണുവാരിയിട്ട് ദുഃഖിച്ചുകൊണ്ട് 7 രാപ്പകൽ നിലത്തിരുന്നു. അവർ ഒരു വാക്കും ഉച്ചരിക്കാതെ സഹതാപം രേഖപ്പെടുത്തി. അവരുടെ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായം തിന്മ ചെയ്യുന്നവർ അവരുടെ പാപത്തിന്റെ ഫലമായി കഷ്ടപ്പെടുകയും നീതിമാന്മാർക്ക് അവരുടെ നന്മയ്ക്ക് അനുസരണമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഒടുവിൽ സംസാരിക്കുന്ന എലീഹു പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ തീരെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശിക്ഷണമാണ് കഷ്ടതകൾ എന്നാണ്. എന്നാൽ ഇയ്യോബ് പറയുന്നത് ദൈവം മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ ഈ കഷ്ടതകൾ പരിശോധനയാണെന്നും പൊന്നുപോലെ കറയില്ലാത്തവനായി ഇയ്യോബ് പുറത്തു വരികയും ചെയ്യുമെന്നുമാണ് ഇയ്യോബ് പറയുന്നത്. ദൈവഭക്തരായവർ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഇയ്യോബിന്റെ ചരിത്രത്തിൽ കൂടി അവതരിപ്പിക്കുന്ന വലിയ പ്രശ്നം. ഈ പ്രശ്നത്തിന് യേശുക്രിസ്തു നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക. പിറവിയിലെ കുരുടനായവൻ കുരുടനായി പിറക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്നാണ്. പഴയ നിയമ ഭക്തന്മാരിൽ ഉന്നതമായ ഒരു സ്ഥാനം ഇയ്യോബിനുണ്ട്. ഈ ശരീരം താൽക്കാലികമാണെന്നും ഇത് നശിച്ചാൽ പുതിയ ഒരു ദേഹത്തോടുകൂടി ഈ ഭൂമിയിൽ വച്ച് തന്നെ തൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് വിശ്വസിച്ചു. യേശു കർത്താവ് വിശ്വാസികളെ സ്വീകരിക്കുവാൻ 2ാമത് വരുന്ന സമയത്തെ ചിത്രമാണ് ഇയ്യോബ് ആത്മാവിൽ ദർശിച്ച് പ്രഖ്യാപിക്കുന്നത്. അതിനായി താൻ ജീവിതം ദൈവമുമ്പിൽ സമർപ്പിച്ചിരുന്നു. ദൈവസന്നിധിയിൽ അറിവില്ലാതെ വല്ലതും പറഞ്ഞു പോയെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുകയും ദൈവസന്നിധിയിൽ താഴുകയും ചെയ്തു. യഹോവ ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ ശാസിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് അനുകൂലമല്ലാതെ സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഈ വലിയ പാഠം നമ്മെ ഇയ്യോബ് പഠിപ്പിക്കുന്നു. ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടി. യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി തിരിച്ചു നൽകി. അവന്റെ ആയുസ്സും നീട്ടിക്കൊടുത്തു. 14,000 ആട്, 6,000 ഒട്ടകം, 1,000 ഏർക്കാള, 1,000 പെൺകഴുത,
ഇത്രയും ലഭിച്ചു. 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും ദൈവം വീണ്ടും നൽകി. പിന്നെയും ഇയ്യോബ് 140 വർഷം കൂടെ ജീവിച്ചിരുന്നു. ഇയ്യോബിന്റെ ആയുഷ്കാലം എത്ര സംവത്സരമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും 200 വർഷത്തിൽ കുറയാതെ ജീവിച്ചു എന്ന് കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ അബ്രഹാം മുതലായ പിതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്തെ ആയുസ്സിനോട് യോജിക്കുന്നതിനാൽ അക്കാലത്തെ ഒരു ചരിത്ര പുരുഷനായിരുന്നു ഇയ്യോബ് എന്ന് കണക്കാക്കുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യങ്ങൾ അടങ്ങിയ തൽമൂദ് അനുസരിച്ച് മോശയാണ് ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരെന്ന് അവകാശപ്പെടുന്നു. മോശ മിദ്യാനിൽ 40 വർഷത്തോളം ഇടയനായി ജോലി ചെയ്തപ്പോൾ മിദ്യാന്റെ അതിർത്തി പ്രദേശത്തുള്ള ഊസ് ദേശത്ത് ജീവിച്ചിരുന്ന ഇയ്യോബിനെ പറ്റിയുള്ള ചരിത്രം കേട്ടിരിക്കാം, അല്ലെങ്കിൽ ഇയ്യോബിനെ നേരിട്ട് കണ്ടിരിക്കാൻ ഇടയുണ്ട്. ആയതിനാൽ ഗ്രന്ഥകർത്താവ് മോശയാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇയ്യോബ് ഒരു ചരിത്ര പുരുഷനല്ലെന്നും മറിച്ച് ഒരു നാടകീയ കഥാപാത്രമാണെന്നും ഇത് വളരെ കാലങ്ങൾ കഴിഞ്ഞ് എഴുതപ്പെട്ടതാണെന്നും വാദിക്കുന്നവരുണ്ട്. എഹെസ്കേൽ പ്രവാചകന് ഇയ്യോബിന്റെ കഥ അറിയാൻ തക്കവണ്ണം തനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് ഇയ്യോബെന്ന് എഹെസ്കേൽ 14:14 സൂചനയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ ഈ കഥയിലെ സംഭവത്തിനു ശേഷം ഇയ്യോബ് 140 വർഷം കൂടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിനാൽ മനുഷ്യായുസ് 200 വർഷത്തിനടുത്ത് വരെ ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് കരുതാവുന്നതാണ്. കൂടാതെ ഇയ്യോബിന്റെ സമ്പത്ത് പൊന്ന്, വെള്ളി മുതലായവ ഒന്നുമല്ലായിരുന്നു. മൃഗസമ്പത്തായിരുന്നതിനാൽ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. അതുപോലെ യാഗങ്ങൾ കഴിക്കുന്ന പതിവുണ്ടായിരുന്ന ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ഇസ്രായേലിനെ പറ്റിയോ പുറപ്പാടിനെ പറ്റിയോ ന്യായപ്രമാണത്തിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതിനാൽ അതിനൊക്കെ മുമ്പ് മോശ മിദ്യാനിൽ ആയിരുന്ന BC 1487-നും 1445-നും ഇടയ്ക്ക് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.